ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ തുടർ മരണങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച രജിതയുടെ കുടുംബം. അനസ്തേഷ്യ പിഴവിനെ തുടർന്ന് അത്യാസന്ന നിലയിൽ രജിത ആശുപത്രിയിൽ കഴിയുമ്പോൾ ഡോക്ടർമാർ പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് ആരോപണം. പ്രസവ ശസ്ത്രക്രിയ നടത്തിയ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ചികിത്സാ ചെലവിനുള്ള പണം നൽകാമെന്ന് അറിയിച്ചത്. അവരന്ന് ഇത് 21-ാം തീയതി വൈകുന്നേരം പുഷ്പ ഡോക്ടറും ആൻസർ ഡോക്ടറുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു 27,000 രൂപയാകും, ആ പൈസ അവർ തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ രണ്ടുപേര്. ഏത് ഡോക്ടർക്ക്? അനസ്തേഷ്യ ഡോക്ടറും ഉണ്ടായിരുന്നു, പുഷ്പ ഡോക്ടറും ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാ. പിന്നെ വേറൊരു അതല്ലെന്നും പറയുന്നുണ്ട്. സുജിത്താണോ? സുജിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പൈസ 2,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചോ? അവർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു പുള്ളിയാണ് ഈ ഓപ്പറേറ്ററിന്റെ മെയിൻ ഇത് അനസ്തേഷ്യ ഡോക്ടർ. അപ്പം 2,000 രൂപ അയാളുടെ ഫീസ്. അപ്പൊ ഞാൻ അവിടെ ഇത് പേപാടൊക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിന് 2,500 രൂപ കൊടുക്കണം. പിന്നെ എന്റെ കാശില്ലായിരുന്നു. ഞാൻ പറഞ്ഞ 1,500 രൂപ ആദ്യം തരാം, 500 രൂപ ഓപ്പറേഷൻ കഴിയുമ്പോൾ തരാൻ തുടങ്ങി. പണമില്ലാന്ന് പറഞ്ഞിട്ടും അയാൾ അതാണ് ഞാൻ കൊടുത്ത്. അപ്പൊ അവര് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് പോന്നു. രജിതയുടെ ഭർത്താവിൽ നിന്ന് വനിതാ ശിശു ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായി കുടുംബം ആരോപിക്കുന്നു. പണമില്ലാത്തതിനാൽ ആദ്യം 1,500 രൂപയും പിന്നീട് 500 രൂപയും നൽകിയതായി നിതീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. മുലപ്പാൽ തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ MLAയോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഇയാളുടെ നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു സംരക്ഷണം, അമ്മ പോയി ഈ കുഞ്ഞുങ്ങളെ ഇതിന്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിനെന്ത് ആരോഗ്യം, ഇതിന്റെ എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരു അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണവും എന്തെല്ലാം അന്വേഷണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വനിതാ ശിശു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതമുണ്ടായ രജിത വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അനസ്തേഷ്യ പിഴവിനെ തുടർന്ന് കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 2 പേരാണ് മരിച്ചത്. ശരണ്യ സ്നേഹൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരുപാട് ദിവസമായി ഇല്ലെങ്കിൽ മാസങ്ങളായി ഈ ആശുപത്രിയെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്ര വലിയ അനാസ്ഥ, സർവത്ര അനാസ്ഥ എന്ന് തന്നെ വേണം പറയാൻ. ഇതിനപ്പുറത്തേക്ക് കൈക്കൂലി വാങ്ങുന്നു, അവരെ സ്വാധീനിക്കാൻ ഇത്ര പിഴവ് സംഭവിച്ചിട്ടും അവരോട് പൈസ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചും ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചും നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഈ ആശുപത്രിയിൽ നടക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. എന്താണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ധന്യ, ആലപ്പുഴയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. ആ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഡോക്ടർമാരുണ്ട്, നല്ല ചികിത്സ നൽകാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ആശുപത്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിലുള്ള വീഴ്ച തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നുള്ളതാണ്. അതായത് മികച്ച രീതിയിൽ നടന്നു പോയിരുന്ന ഒരു പ്രസ്ഥാനത്തെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹുഭൂരിപക്ഷം വരുന്ന തീരദേശവും സാധാരണക്കാരായ ജനങ്ങളും. ആലപ്പുഴയുടെ പൊതുജനാരോഗ്യ രംഗത്ത് നമുക്കറിയാം, ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഈ WNC ആശുപത്രിയും, ഈ 3 ആശുപത്രികൾ മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ആശുപത്രികളായുള്ളത്. സ്വകാര്യ മേഖലയിൽ ആശുപത്രികൾ വളരെ കുറവ് എന്നുള്ളതാണ്. മാത്രമല്ല വിദഗ്ധ ചികിത്സക്കായി ഈ ആശുപത്രികളെ ആശ്രയിച്ചാൽ മാത്രമേ ആലപ്പുഴ ജില്ലയിലുള്ള ആളുകൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത്. അത്തരം ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങളായി ഒന്നൊന്നായി പുറത്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അതായത് ഇപ്പോൾ പ്രധാനമായും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഈ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കായി വിധേയരായ രജിത എന്ന സ്ത്രീ 31 വയസ്സുകാരി, ആ ഒരു നവജാത ശിശുവുണ്ട് ആ വീട്ടിൽ. ഒപ്പം തന്നെ ഒരു 6 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ടാണ് അമ്മ ആ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതമുണ്ടായി മരിക്കുന്നത്. മാത്രമല്ല രജിതയ്ക്ക് ശേഷം വീണ്ടും ആ സംഭവം ആവർത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നത്. അതായത് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ ആശ എന്ന 31 വയസ്സുകാരിയും അവിടെ
മരണമടഞ്ഞു. ആ രണ്ടുപേർക്കും സമാനമായ രീതിയിൽ ഹൃദയാഘാതമുണ്ടായി. ആശയ്ക്ക് ഈ മരണം സംഭവിച്ച് 4 ദിവസത്തിന് ശേഷം വീണ്ടും പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അഞ്ജലി എന്ന കുട്ടനാട്ടുകാരി ഗുരുതരാവസ്ഥയിലേക്ക്, ഹൃദയ സംബന്ധമായ ഗുരുതര തകരാറിലേക്ക് പോവുകയും പിന്നീട് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട് 10 ദിവസം കാർഡിയക് ഐസിയുവിൽ കടന്ന ജീവിതത്തിലേക്ക് മടങ്ങി വരികയുമാണ് ഉണ്ടായത്. ഈ 3 സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അതിനകത്ത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറയുന്നു, സർക്കാർ തന്നെ സൗജന്യമായി നൽകുന്ന പ്രസവ നൃത്ത ശസ്ത്രക്രിയ, ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ താരതമ്യേന കോംപ്ലിക്കേഷൻസ് ഇല്ല എന്ന് പറയുന്ന ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഒരാളാണ്, ഫാർമസിസ്റ്റ് കൂടിയായ ആശയാണ് മരണപ്പെട്ടത്. ആ മരണത്തിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് അതിനകത്ത് എന്ത് മറുപടിയാണ് നൽകാനുള്ളത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു. എന്നാൽ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം, നമ്മൾ ആ വീട്ടിൽ പോയിരുന്നു, വളരെ ദയനീയമായ അവസ്ഥയാണ്. അതായത് ഒരു നവജാത ശിശു അവിടെ അമ്മയില്ലാതെ വളരുകയാണ്. അമ്മയില്ലാതെ വളരുന്ന ആ കുഞ്ഞിനെ ബന്ധുക്കൾ ചേർന്നാണ്, അതായത് ഈ നിതീഷിന്റെ സഹോദരിയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ബന്ധുക്കൾ ചേർന്ന് വളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനകത്ത് ആ കുടുംബം പറയുന്നത്, ഈ രജിത അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് WNCയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ സിസേറിയനാണ്. ആദ്യ സിസേറിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു ഹിസ്റ്ററിയും ഇല്ലാത്ത ഒരാളാണ് രജിത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് പോകുമ്പോൾ ഈ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും രജിതയെ വണ്ടാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ ഈ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർ പുഷ്പയാണ് സിസേറിയൻ എടുത്തതെന്നുള്ളതാണ് ഇപ്പോൾ ആ കുടുംബം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ പുഷ്പയും ഡോക്ടർ രാജീവും, ഡോക്ടർ രാജീവ് അനസ്തേഷ്യ വിഭാഗം ഡോക്ടറാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ അവർ തന്നെ പറഞ്ഞുള്ള അറിവ്. എന്തായാലും ഇവർ രണ്ടുപേരും വൈകിട്ട് ആശുപത്രിയിൽ എത്തുകയും ഇവർക്ക് പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് രജിതയുടെ ചികിത്സാ ചിലവ് തങ്ങൾ ഏറ്റെടുക്കാമെന്ന് ഈ ഡോക്ടർമാർ വന്ന് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളടക്കം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും. ഈ ഡോക്ടർമാർ വരുന്നത് എന്തായാലും എല്ലായിടത്തും ക്യാമറയുണ്ട്. ഡോക്ടർമാർ വന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഈ കുടുംബം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഏറ്റവും ദയനീയമായി തോന്നിയത്, ഈ രജിതയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. നിതീഷ് പറഞ്ഞത് താൻ ഉള്ള പൈസ ഒക്കെ അവിടെ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്റെ കയ്യിൽ പണമില്ലാതായി. അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ സർജറിക്ക് തലേ ദിവസം വിളിച്ചിട്ട് 2000 രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. 1500 രൂപ കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ അത് പറയുമ്പോൾ പൊട്ടിക്കരയുകയാണ്. അതായത് 1500 രൂപ കൊടുത്തിട്ട് സാറെ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ 500 രൂപ കൊണ്ടുവരണമെന്ന് നിർബന്ധമായി അവരോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പിറ്റേ ദിവസം കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് കുടുംബം. ആലപ്പുഴ ആശുപത്രിയിലെ ഈ അനാസ്ഥയെക്കുറിച്ച് ദിവസങ്ങളായി തുടരുന്ന ആരോപണങ്ങളാണ്. പക്ഷേ ഇതിൽ ആരോഗ്യമന്ത്രി ഇടപെടുന്നില്ല. എന്തുകൊണ്ട്? കലക്ടർ ഇടപെട്ടു എന്നറിഞ്ഞു, പക്ഷേ എന്തായി എന്നറിയില്ല. ഇങ്ങനെ ജീവനെടുക്കുന്ന ഡോക്ടർമാരെ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുക്കാതെ വെച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വലിയ ചോദ്യം. ഇത്ര വലിയ പിഴവുണ്ടായിട്ടും ആശുപത്രിയിൽ നിന്ന് കൃത്യമായൊരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിലും വ്യക്തതയില്ല. ശരണ്യ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, ഇതിൽ ഡോക്ടർമാർ കടമ മറക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥകൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു ഭാഗത്തിരിക്കെ, നടപടി ഉണ്ടായില്ല എന്നുള്ളതിരിക്കെ, ഇതിൽ അവിടെ സമീപ പ്രദേശത്ത് മന്ത്രി എത്തിയിട്ട് പോലും, ഈ മരണം നടന്ന 2 ദിവസത്തിനുള്ളിലാണെന്ന് ഞാൻ ഓർക്കുന്നു, മന്ത്രി എത്തിയിട്ട് പോലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അങ്ങോട്ട് വരികയോ ഇല്ലെങ്കിൽ ഇവരെ ഒന്ന് വിളിക്കുകയോ ഒന്നും നടന്നില്ല. ഇത്ര ഗുരുതരമായ ആരോപണം നിലനിൽക്കുമ്പോൾ എന്താ സംഭവിച്ചത് എന്ന് പോലും ആരോഗ്യമന്ത്രി അന്വേഷിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ ശരണയിലേക്ക് വരാം. രജിതയുടെ കുടുംബാംഗം തമ്പി ചേരുന്നുണ്ട്. ശ്രീ തമ്പി, വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആശുപത്രിയും ഡോക്ടർമാരുമായി ബന്ധപ്പെടുത്തിയുണ്ട് എന്നൊക്കെ അറിയുന്നത്. അത് ഗുരുതര പിഴവ് തന്നെയാണ്, അനാസ്ഥയാണ്, നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രമാണ് എന്നുള്ളതെല്ലാം ഇരിക്കെ എന്തുകൊണ്ട് ഒരു നടപടി ഇതിൽ ഉണ്ടാവുന്നില്ല, ഇല്ലെങ്കിൽ ഇതാരും അന്വേഷിക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും താങ്കൾ ഉൾപ്പെടെ ചിന്തിച്ചു കാണും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാർ, അത് എന്റെ മോളെ അവിടെ കൊണ്ടുചെല്ലപ്പെടുത്തേക്ക് യാതൊരുവിധ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പ്രസവത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്ന് അവരെല്ലാം ചെക്കപ്പും ചെയ്തു. യാതൊരുവിധ കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ തീരുമാനിച്ചു. ഈ ഓപ്പറേഷൻ തീരുമാനിക്കുന്ന അന്ന് രാവിലെയും വളരെ സന്തോഷത്തോടു കൂടി എന്റെ കുട്ടി ഡോക്ടർ വിളിച്ചിട്ട് പോയതാണ്. മുറിയിലേക്ക് കടന്നു ചെന്ന് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പം അനസ്തേഷ്യ ഡോക്ടർ വന്ന് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മോളുടെ തലച്ചോറിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ ശരീരം മൊത്തം അങ്ങ് നിശ്ചലമാകുകയും ചെയ്തത്. ഇത് ഞങ്ങൾ അറിയിച്ചില്ല.
ഞങ്ങളെ അറിയിക്കാതെ ഒരു 10-15 മിനിറ്റോളം അത് കൂടാതെ അവർ ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അപ്പൊ ഏത് കുട്ടിക്കാണ് ഈ സംഭവിച്ചത് എന്ന് മനസ്സിലാകില്ല. അവസാനമാണ് എന്റെ കുട്ടിക്ക് തന്നെയാണ്, രജിതയ്ക്കാണ് ഈ സംഭവം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്തിട്ട് ചുമയുണ്ടായെന്നാണ്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവര് അനസ്തേഷ്യയുടെ പിഴവ് മൂലമാണ് സംഭവിച്ചത്. അത് 100% ഉറപ്പാണ്. അതിന്റെ കാരണം അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവർ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. അവിടെ സ്കാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം അഡ്മിറ്റ് ആയി കഴിഞ്ഞ് വൈകിട്ട് ഈ ഡോക്ടർ, അനസ്തേഷ്യ ഡോക്ടറും ഈ പുഷ്പ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അവിടുത്തെ ഡോക്ടറും കൂടി അവിടെ വന്നിരുന്നു. അവിടെ വന്നിട്ട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 25,000 രൂപയുടെ ഇഞ്ചക്ഷൻ പെട്ടെന്ന് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമ്മുടെ പൈസ അപ്പൊ അവരവിടെ വന്നിട്ട് പറഞ്ഞ് അയ്യോ അങ്ങനെ പറഞ്ഞെങ്കിൽ പൈസ ഒന്നും മുടക്കണ്ട, പൈസയൊക്കെ ഞങ്ങൾ മുടക്കിക്കോളാം, പിന്നെ അതിനകത്തൊന്നും പ്രശ്നമില്ല. അല്ല, ഇത് സർക്കാർ ആശുപത്രിയും സൗജന്യ ചികിത്സയുമല്ലേ? ആണ്. അപ്പൊ ഇവര് വന്നിട്ട് പറയുന്നതാണ് പൈസ മുടക്കിക്കോളാം, അക്കാര്യം നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സങ്കടം കൊണ്ട് നമ്മളൊന്നും മിണ്ടാതെ നിന്നവിടെ. പക്ഷെ എനിക്ക് അന്നേരം മനസ്സിലായ ഒരു കാര്യമുണ്ട്. അന്ന് അനസ്തേഷ്യ ഡോക്ടർ ആ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വേണ്ട ഈ വെള്ളാടിച്ച് സംസാരിക്കുന്ന പോലെ ശൈലിക്കാണ് വളരെ നിസ്സാരവൽക്കരിച്ച്, അതായത് അവിടെ വെച്ച് എനിക്കിത് പോയതാണ്. പിന്നെ അന്നേരം ഞാനിങ്ങനെ ഒന്ന് ഷോക്ക് കൊടുത്തു, എന്നാലും രക്ഷയില്ല, പോയായിരുന്നു, അന്ന് അപ്പോഴേ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. രക്ഷകർത്താവിന് പറയാൻ പറ്റാത്ത വളരെ വേദനിപ്പിക്കുന്ന കാര്യം അയാൾ അന്നേരം പറഞ്ഞത്. അതിനുശേഷം പിന്നെ വണ്ടാനത്ത് തന്നെയുള്ള ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാന്ന് പറഞ്ഞത് പിന്നെ മരിച്ചാണ് അവിടെ കൊണ്ടുവന്നത്. ജീവനൊന്നും ഇല്ലായിരുന്നു, ഒരു സ്വല്പ അനക്കം മാത്രം. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നേരെ കൊണ്ടുവന്ന് അവിടെ വെന്റിലേറ്റർ കൊടുത്ത് കാര്യങ്ങൾ 3 ദിവസം 4 ദിവസം വെച്ചിട്ടിരുന്ന് 5ാമത്തെ ദിവസം മരിച്ചെന്നും പറഞ്ഞ് പുറത്ത് വരികയാണ് ചെയ്തത്. ഇത് പിന്നെ ശക്തമായ ഒരു അന്വേഷണം കാര്യങ്ങളുണ്ട്. എന്റെ കുട്ടിക്ക് നീതി കിട്ടണം, എന്റെ ഒരു പിന്നെ മോളുടെ കുഞ്ഞ് ഇന്ന് അമ്മയില്ലാതെ. പരാതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? പരാതിയിൽ 1% പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഡോക്ടർമാർ, ഈ തെറ്റിയത് ഡോക്ടർമാർക്കെതിരെ അനങ്ങിയിട്ടില്ല. അന്ന് എന്തെങ്കിലും ഒന്ന് ഇവർ ചെയ്യുമായിരുന്നെങ്കിൽ, അവരുടെ പേരിൽ നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ തുടർന്ന് വന്ന 2-3 പെൺകുട്ടികൾക്ക് എന്റെ മോളുടെ അനുഭവം ഉണ്ടാകലായി. ശരി, നന്ദി ശ്രീ തമ്പി. ഈ അവസ്ഥയിലും പ്രതികരിച്ചതിന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഷാനിമോൾ ഉസ്മാൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, വളരെ സങ്കടകരമായ വാർത്തയാണ്. 2 പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുന്നു. പ്രസവം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ ആ കുഞ്ഞിന്റെ ദൃശ്യം കണ്ടാൽ തന്നെ അത് സഹിക്കാൻ പറ്റില്ല. വലിയ അനാസ്ഥയാണ് എന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം പറയുന്നത്. സർക്കാർ ആശുപത്രി സൗജന്യ ചികിത്സ, പണം ആവശ്യപ്പെടുന്നു, അനസ്തേഷ്യയ്ക്ക് 2,000 രൂപ കൈക്കൂലി വാങ്ങുന്നു. അത് കഴിഞ്ഞ് ഈ മരണത്തിലെ ഇവരുടെ പിഴവ് അത് മറയ്ക്കുന്നു. നടപടി ഉണ്ടാവുന്നില്ല, ആരോഗ്യമന്ത്രി ബന്ധപ്പെടുന്നില്ല. ഒരു തരത്തിലും ഇവർക്ക് അനുകൂലമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. 2 ജീവൻ നഷ്ടപ്പെട്ടതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരു ഡോക്ടർക്കെതിരെ പോലും നടപടിയും ഉണ്ടായില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്? കേരളത്തിലെ ആരോഗ്യ രംഗം പൂർണ്ണമായിട്ടും ഒരു കുത്തഴിഞ്ഞ പുസ്തകമായി മാറിയിരിക്കുകയാണ്. മേനി പറഞ്ഞ് നടക്കുന്നതിനപ്പുറമായിട്ട് ആരോഗ്യ മേഖലയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾക്കും ഒന്നും ഇടപെടാനായിട്ട് ആരോഗ്യമന്ത്രിക്കോ വകുപ്പിനോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായി തന്നെ ഞാൻ ഈ അവസരത്തിൽ ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികളാണ്, സത്യത്തിൽ 2 പെൺകുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവര് പ്രസവവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇവർ ഈ പറയുന്ന സൗകര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തു കൊടുക്കണ്ടേ? അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. 10 പേര് കാണുക അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന സ്ഥലങ്ങളിൽ മാത്രം മന്ത്രി ഓടി വന്ന് ഇൻസ്പെക്ഷൻ നടത്തുക, അവിടെ മരുന്നുണ്ടോ എന്ന് ചോദിക്കുക, രോഗികളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അത് പരിപൂർണമായിട്ടും അഭിനയം നടക്കുന്ന ഒരു മേഖലയായിട്ട് ആരോഗ്യവകുപ്പ് തരംതാണിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നേരെ ചൊവ്വേ നടന്ന് ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരുടെ വിഷയങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോയിടത്തും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സത്യത്തിൽ പ്രസവാശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കാര്യം. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആശുപത്രി കെട്ടിടങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെയുള്ള മികവുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ അവിടെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ അനസ്തീഷ്യ പിഴവെന്നൊക്കെ പറയുന്നത് ഒരു തവണ ഉണ്ടായി വീണ്ടും ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് സർക്കാർ ഗൗരവമായിട്ട് എടുക്കാത്തത്? ഇപ്പൊ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന, സർക്കാരിന്റെ ഈ വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കുന്ന ആളുകളെ വെള്ള പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹർഷിനയുടെ സംഭവം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ മതി. ICUവിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സംഭവം നോക്കിയാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പ്രസവാശുപത്രികൾ കുറച്ച് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ
കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വെച്ചു പുലർത്തിയിരുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. പക്ഷേ 100% പരാജയമാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് മേനി പറഞ്ഞ് നടക്കുന്നതിനപ്പുറമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായിട്ടുള്ള ജനങ്ങൾ ഇതിനകത്ത് ഒത്തുകൂടി അതിനു വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസും UDF ഇത് രാഷ്ട്രീയമായി കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ശരി, നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചതിന്. ശരണ്യ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് എന്ന് തെളിയിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ നിന്ന് അതല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നു. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും അതുപോലെ ഈ കുടുംബവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഇത്രയധികം പരാതികൾ ഉണ്ടായിട്ടും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത എന്ത് സാഹചര്യമാണ് ആലപ്പുഴയിൽ? ഇതിനകത്ത് ഏറ്റവും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആശുപത്രി വികസന സമിതിയുടെ ചെയർമാനായിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നമ്മൾ പലതവണ ബന്ധപ്പെട്ടപ്പോഴും എന്താണ് ഇതിനകത്ത് റിപ്പോർട്ട് എന്ന് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് കൈക്കൊണ്ടതെന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും നൽകാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണത്തിന് പോലും ഇദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൃദയാഘാതം. ഇപ്പോൾ കൈക്കൂലി വാങ്ങിയ വിഷയങ്ങൾ ഗുരുതരമായി. ഇപ്പോൾ മരിച്ച ആശയുടെ കുടുംബവും ഗുരുതരാവസ്ഥയിലായ അഞ്ജലിയുടെ കുടുംബവും അതല്ലാത്ത ആളുകളും അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ആളുകളും ഒപ്പം തന്നെ ഇപ്പോൾ രജിതയുടെ കുടുംബവും അവരുൾപ്പെടെ പറഞ്ഞത് തങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. ഡോക്ടർമാർക്കെതിരെ ഉയർന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ധരിപ്പിച്ചതാണ്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് തെളിവുകളാണ് അവർ ആവശ്യപ്പെട്ടത് എന്നുള്ള സങ്കടകരമായ വസ്തുതയാണ് പറയാനുള്ളത്. അതായത് ഈ കുടുംബങ്ങൾ എന്തായാലും ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അതിനപ്പുറം ആവില്ലല്ലോ, എന്തായാലും 2000 രൂപ. ആ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പിഴവ് സർക്കാർ സൗജന്യമായി ചികിത്സിക്കുന്നു എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ആശുപത്രി അല്ലെങ്കിൽ ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഒരു വിശദീകരണത്തിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 ഹൃദയാഘാതം മൂലം ഈ 2 സ്ത്രീകൾ മരണമടയുമ്പോൾ അവർ 1.5 മണിക്കൂർ വീതം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഒരു ആംബുലൻസിനായി കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ICU സംവിധാനമുള്ള ഒരു ആംബുലൻസ് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി ഒരു MLA-യുടെ അതായത് ഭരണപക്ഷത്തുള്ള ഒരു MLA-യുടെ ലെറ്റർ പാഡിൽ ഒരു പരാതി ആരോഗ്യമന്ത്രിക്ക് മരണത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ട് ആരോഗ്യ വകുപ്പ് ആ MLA-യുടെ കത്തിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയില്ലാതെ ഒരു നവജാത ശിശു ആ വീട്ടിൽ വളരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരോ ഇന്ന് വരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച ഒരമ്മ അവിടെ ആ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതം മൂലം മരിച്ചിട്ട് ഒരു നവജാത ശിശുവുണ്ട് എന്ന് പ്രൈവറ്റ് ആശുപത്രിയിലൊന്നുമല്ല, സർക്കാർ ആശുപത്രിയിലാണ്. അപ്പോൾ ആ കൃത്യമായി ഈ സംഭവങ്ങളെ കുറിച്ച് അറിയാവുന്ന ഈ വകുപ്പ് എന്താ കുഞ്ഞിന് നവജാത ശിശുവിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്ത് അന്വേഷണം നടത്തിയെന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയെന്ന് ചോദിച്ചാൽ ആ കുടുംബം പറയുന്നത് അമ്മ തൊട്ടിൽ വീണ ഒരു കുഞ്ഞിന് പോലും ഇതിലും വലിയ പരിഗണന കിട്ടും. പക്ഷേ ആ കുഞ്ഞിനെ ആ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട് ജീവൻ നഷ്ടമായ ഒരു അമ്മയുടെ കുഞ്ഞിനെ കരുതുന്നതിൽ ആ സർക്കാർ സംവിധാനങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ള ഗുരുതരമായ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ വകുപ്പ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്കാണ് വകുപ്പിന്റെ പോക്ക്. ആ കുടുംബത്തിന്റെ പ്രതികരണം നമുക്കൊന്നുകൂടി കേൾക്കാം. ശരണ്യ, അവരന്ന് ഇത് 21-ാം തീയതി വൈകുന്നേരം പുഷ്പ ഡോക്ടറും ആൻസറി ഡോക്ടറുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു 27,000 രൂപയാകും, ആ പൈസ അവർ തരാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ 2 പേര്. ഏത് ഡോക്ടർക്ക്? അനസ്തീഷ്യ ഡോക്ടറും ഉണ്ടായിരുന്നു, പുഷ്പ ഡോക്ടർ ഉണ്ടായിരുന്നു. അനസ്തീഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാ. പിന്നെ വേറൊരു അതല്ലെന്നും പറയുന്നുണ്ട്. സുജിത്താണോ? സുജിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പൈസ 2,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചോ? അവർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു പുള്ളിയാണ് ഈ ഓപ്പറേഷന്റെ മെയിൻ ഇത് അനസ്തീഷ്യ ഡോക്ടർ. അപ്പം 2,000 രൂപ അയാളുടെ ഫീസ്. അപ്പൊ ഞാൻ അവിടെ പേപാടൊക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിന് 2,500 രൂപ കൊടുക്കണം. പിന്നെ എന്റെ കാശില്ലായിരുന്നു. ഞാൻ പറഞ്ഞ 1,500 രൂപ ആദ്യം തരാം, 500 രൂപ ഓപ്പറേഷൻ കഴിയുമ്പോൾ തരാൻ പറഞ്ഞു. പണമില്ലാന്ന് പറഞ്ഞിട്ടും അയാൾ അതാണ് 1,500 ഞാൻ കൊടുത്ത്.
അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് പോന്നു. സംഭവമായിട്ട് മുലപ്പാൽ തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ MLA അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇയാളുടെ നമ്മളുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു സംരക്ഷണം, അമ്മ പോയി ഈ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിനെന്ത് ആരോഗ്യം, ഇതിൻ്റെ എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരു അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണവും എന്തെല്ലാം അന്വേഷണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശരണ്യ വീണ്ടും ചേരുന്നു. ശരണ്യ, വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു തരത്തിലും നീതി ഉറപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല സംവിധാനങ്ങൾ. ജനപ്രതിനിധികൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇതിനകത്ത് നമ്മൾ PP ചിത്തരഞ്ജൻ MLA ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഈ പരാതിയെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ കാര്യത്തിനകത്ത് പറയുന്നത് ഇതിനകത്ത് നല്ലൊരു അന്വേഷണം അവിടെ നടക്കേണ്ടതുണ്ട്. തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 19-ന് മരിച്ച ആശയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണം നടക്കുന്നത്. പക്ഷേ അതിന്റെ തുടർ നടപടികൾ, അതായത് ഈ രജിതയുടെ കേസോ അല്ലെങ്കിൽ അഞ്ജലിയുടെ കേസോ ഒന്നും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം, ഈ കൈക്കൂലി വിഷയത്തിലടക്കം സമഗ്രമായൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ആ ആശുപത്രിയിൽ നിരവധി ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പലരും വളരെ നല്ല രീതിയിൽ സേവനം നൽകുന്ന ആളുകളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില ആളുകളിൽ നിന്ന് പിഴവുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു മരണം ആവർത്തിച്ച ഒരു മരണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ ഡോക്ടേഴ്സ് എന്തിനാണ്, ഈ കുടുംബം പറഞ്ഞത് ഗൗരവകരമായ ഒരു ആരോപണമാണ്. അതായത് ഈ രജിത ഹൃദയാഘാതമുണ്ടായി ആശുപത്രി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതും ഹൃദയാഘാതമുണ്ടായ ആൾക്ക് 1.5 മണിക്കൂറിന് ശേഷമാണ് ഒരു ആംബുലൻസ് കിട്ടുന്നത്. അതായത് ഒരു ജീപ്പ് ആംബുലൻസ് ആണ് അവിടെ കിടക്കുന്നത്. അതിനകത്ത് ഈ ആശയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മൾ ആ സിസ്റ്റേഴ്സ് അവിടുത്തെ ഉള്ള നഴ്സുമാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അവരെ മാനുവലായിട്ട് ഓക്സിജൻ കൊടുത്തിട്ടാണ് ഈ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളെ ആ ജീപ്പിൽ കിടത്തിയിട്ട് ഇവർ മുട്ടുകുത്തി നിന്ന് ഇത് കൊടുത്താണ് കൊണ്ടുപോയത്. അത്ര ഗതികേടാണോ നമ്മുടെ സർക്കാർ ആശുപത്രി എന്നുള്ളതാണ്. അവിടെ ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കാൻ, ഈ ശസ്ത്രക്രിയ നടക്കുന്നു, നവജാത ശിശുക്കൾ ധാരാളമായി ഉണ്ട്, ഈ പ്രസവം നടക്കുന്നു, അവിടെ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ ഒരു ICU ആംബുലൻസ് പോലും പ്രൊവൈഡ് ചെയ്യാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രജിതയുടെ മരണത്തിന് ശേഷം, രജിതയ്ക്ക് 1.5 മണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് കിട്ടിയത്. ആ രജിതയുടെ മരണത്തിന് ശേഷം ആശ മരിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആശയ്ക്കും ആംബുലൻസ് കിട്ടാൻ സാഹചര്യം ഉണ്ടായി, ജീപ്പിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടടുത്താണ് 1.5 മണിക്കൂർ എന്നുള്ളത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനകത്ത് ഇതിലെ ഏറ്റവും വലിയ കാപട്യം എന്ന് പറയുന്നത് തന്നെയാണ് മെഡിക്കൽ ബോർഡ് കൂടിയാണ് തീരുമാനമെടുക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നില്ല. ഇത്രയധികം പരാതികളും ആരോപണവും ഉണ്ടായിട്ടും അന്വേഷണം നടക്കുന്നില്ല. എന്തുകൊണ്ട് ജീവനെടുക്കുന്ന ഡോക്ടർമാർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? കൃത്യമായ ഒരു അന്വേഷണം ഇത്ര പരാതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ആശുപത്രിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതെല്ലാം വലിയ ചോദ്യമാണ്. പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ശരണ്യ, നന്ദി. വിവരങ്ങൾക്ക് ഇടവേള.